ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്ന ആളുകളാണല്ലോ. ഇതിൽ നിർബന്ധമായിട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും റിവ്യൂവും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ വീഡിയോസും റിവ്യൂസും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വന്നിട്ട് ലാഷ് ഷെയ്ഡിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. അത്യാവശ്യം ഒരു ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാം. കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 50 ഗ്രാമിൻ്റെ ട്യൂബാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഇതിന്മേൽ 320 ഞാൻ വാങ്ങിയ കറക്റ്റ് റേറ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ലുലുന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. എന്തോ ഓഫറിൽ വാങ്ങിച്ചതാണ്. കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല കേട്ടോ. ഈ 50 ഗ്രാമിൻ്റെ ട്യൂബ് ഏകദേശം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു മിനറൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താണ് കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ നമുക്ക് സ്കിന്നിന് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരു തരം കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു മിനറൽ സൺസ്ക്രീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് സിങ്ക് ഓക്സൈഡ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ചർമ്മത്തെ എന്തായാലും ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദെൻ SPF 50 PA+++ ആണ് കേട്ടോ. അതുപോലെ UVA UVB പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾ സ്കിൻ ടൈപ്പാണ്. അതുപോലെ മെറ്റോളജിക്കലി ഇത് ടെസ്റ്റഡും ആണ് കേട്ടോ. പിന്നെ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ്. നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കില്ല. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിന് കേട്ടോ. ഏതൊരു പ്രോഡക്റ്റിനും ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് രണ്ട് കാര്യം കേട്ടോ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിന്. ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം ഫേസിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ടഫാണെന്നാണ് കേട്ടോ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചു. എനിക്ക് എന്താ വെച്ചാൽ അത് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പ്രയാസം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൽ ടു ഫിംഗർ റൂളാണല്ലോ നമ്മൾ ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇത് അത്യാവശ്യം തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മളങ്ങനെയാണല്ലോ ഞാൻ യൂസ് ചെയ്യലില്ല. അതുപോലെ ഡോട്ട് എടുത്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കത് ബ്ലെൻഡ് ചെയ്യാൻ വലിയ പ്രശ്നമായിട്ട് തോന്നലില്ല. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കും. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നലേ ഇല്ല. ഞാൻ പിന്നെ ഫേസിലൊന്നും ഇട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അത് ഇതുപോലെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത്ര യൂസ് ചെയ്തൊക്കെ തന്നെ എനിക്കിത് ഫേസിലൊരു ഗ്ലോ തരികയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അതാ ഞാൻ നല്ല ബ്ലെൻഡ് ചെയ്തെടുത്ത്. ഞാനുണ്ടല്ലോ ഏതൊരു പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഫംഗ്ഷന് പോവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് സാധനം ഇല്ലെങ്കിലും ഈ ഒരു സൺസ്ക്രീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്കിന്നിൽ ഇത് മതി. ഇതും പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു. കാരണം എനിക്കത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിനൊരു ഗ്ലോ കിട്ടിയ മാതിരിയാണ് കേട്ടോ തോന്നുക. ഈ ഒരു ഇത് ഉണ്ടോ ഭയങ്കര ഗ്ലോ കിട്ടിയ മാതിരിയാണ് എനിക്ക് തോന്നുക. ഈ ഒരു ക്രീം തേക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഗ്ലോ ആയ പോലെയാണ് തോന്നുക. ബ്ലെൻഡ് ചെയ്യാൻ ഞാനങ്ങനെ ഡോട്ട് ഇടുന്നതുകൊണ്ട് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ വലിയ കഷ്ടപ്പാടില്ല. അതുപോലെ എനിക്ക് വൈറ്റ് കാസ്റ്റും കാര്യമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുണ്ട്. ഏതൊരു കാര്യം റിസൾട്ട് കിട്ടുന്നതായിക്കോട്ടെ, ഒരു പ്രോഡക്റ്റിൻ്റെതും ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സ്കിൻ ടൈപ്പ് അനുസരിച്ചും റിസൾട്ടും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ. കണ്ടോ ഞാൻ അത്രയ്ക്കും വടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് തോന്നിയിട്ടുണ്ടായത് എന്നൊക്കെ കമൻറ്റ് ഇടാൻ. ഞാൻ പുതിയൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഇതാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്